ലോകം മുഴുവൻ ഇപ്പോൾ ആഘോഷത്തിമിർപ്പിലാണ്. ഡിസംബർ അത് സ്നേഹത്തിൻ്റെ മാസമാണ്, ഒപ്പം പ്രാർത്ഥനയുടെ. 12 മാസങ്ങളിലും വെച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മാസമാണ് ഡിസംബർ. നവംബർ 30 രാത്രി 12 മണിക്ക് തന്നെ നക്ഷത്രം തൂക്കി പുൽക്കൂട് കെട്ടുന്നതിനെക്കുറിച്ചും ക്രിസ്മസ് ട്രീയെക്കുറിച്ചും പ്ലാനിങ് നടത്തി. കരോൾ ഗാനങ്ങൾ, കേക്ക്, സ്കൂളിലെയും കോളേജുകളിലെയും ക്രിസ്മസ് സെലിബ്രേഷൻസ്, ക്രിസ്മസ് ഫ്രണ്ട്, ക്രിസ്മസ് ഗിഫ്റ്റ്, സാന്താക്ലോസ് കോമ്പറ്റീഷൻ. അതിനിടയിൽ നമ്മളെ വിടാതെ പിന്തുടരുന്ന യൂണിവേഴ്സിറ്റി എക്സാംസും ക്രിസ്മസ് എക്സാംസും വെക്കേഷൻ കഴിഞ്ഞ് വന്ന് സബ്മിറ്റ് ചെയ്യേണ്ട അസൈൻമെൻറ്റ്സും, ഒപ്പം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും കുമിഞ്ഞുകൂടുന്ന മെറി ക്രിസ്മസും. പക്ഷേ ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറന്നു പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും ഇല്ലേ? ക്രിസ്മസ് സ്നേഹത്തിൻ്റെ നാളുകളാണെന്ന് പറഞ്ഞാലും ഉള്ളിലെവിടെയോ ഒളിഞ്ഞു കിടക്കുന്ന ചെറിയ ചെറിയ പിണക്കങ്ങൾ, അത് മനസ്സിൽ കിടന്ന് വളർന്ന് വളർന്ന് വലിയ ദേഷ്യങ്ങളും പകയുമാകാറില്ലേ? ശരിക്കും അതൊക്കെയൊന്ന് മാറ്റി ഏറിയാൽ 70-80 മാത്രമുള്ള ഭൂമിയിലെ നമ്മുടെ ഈ ജീവിതം എല്ലാവരെയും സ്നേഹിച്ച് പങ്കുവെച്ച് പ്രാർത്ഥിച്ച് കൂട്ടുകൂടി അങ്ങ് പോകുന്നതല്ലേ ഭംഗി. ഒത്തിരി ബഹളങ്ങളൊന്നുമില്ലെങ്കിലും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിലും സാഹചര്യത്തിലും ചെറിയ ചെറിയ ത്യാഗങ്ങളൊക്കെ ചെയ്ത് സീസൺ നോക്കാതെ വർഷത്തിലെ 365 ദിവസവും ക്രിസ്തു ശിഷ്യരായി സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ.